ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മീൻ പിടിക്കുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പിൻ്റെ ഒരു വീഡിയോ ആണിത്. ഇതിൽ നിന്ന് മീൻ പിടിച്ച വീഡിയോസ് ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ പാടത്തിലേക്കുള്ള നെൽകൃഷിക്ക് ആവശ്യമായ ജലസേചനം സാധ്യമാക്കുന്നത് ഇത്തരം വലിയ പൈപ്പുകളിൽ നിന്ന്, ആറ്റിൽ നിന്നും തോട്ടിൽ നിന്നും വെള്ളം പാടത്തേക്ക് എത്തിച്ചാണ്. അപ്പം നമ്മൾ ഈ പൈപ്പിൻ്റെ അറ്റത്തായിട്ടാണ് നമ്മൾ വല കെട്ടുന്നത്. അത് ഇത്രയും വലിയ പൈപ്പിൽ നിന്നും ഹൈ പ്രഷറിലാണ് വെള്ളം വരുന്നത്. അപ്പോൾ അതിൽ വല കെട്ടുമെന്ന് പറഞ്ഞാൽ ശരിക്കും 3 പേരുടെ പണിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ വല കെട്ടുന്ന വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. കാര്യം ഞാനും കൂടിയാണ് വല തൂമ്പിലേക്ക് കെട്ടിയത്. നമ്മൾ അതിന് ശേഷമുള്ള ഈ വീഡിയോ ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട അതിലൊരു ഈ വെള്ളത്തിൻ്റെ പ്രഷർ കൊണ്ട് തന്നെ അവിടെ ഒരു വലിയൊരു കുളമാണ്. ആ കുളത്തിൽ ഇറങ്ങി നിന്നാണ് നമ്മൾ വല കെട്ടുന്നത്. വല ഈ തൂമ്പിൻ്റെ ഒരു സൈഡിലേക്ക് റോപ്പ് ഉപയോഗിച്ച്, അത് ശക്തമായ റോപ്പ് ഉപയോഗിച്ചാണ് കെട്ടുന്നത്. പിന്നെ വലയും നല്ല ടൈറ്റ് ടെമ്പർ, നമ്മൾ നീല കളറുള്ള വല ഉണ്ടല്ലോ, അത് നല്ല, ഇല്ലെങ്കിൽ വല കീറിപ്പോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഒരുപാട് പോളയും മടൽ അങ്ങനെ വെള്ളത്തിൽ നിന്ന് വരുന്ന സാധ്യമായ സാധനങ്ങളെല്ലാം ഇതിലേക്ക് വന്ന് അടിയുന്നതാണ്. അപ്പോൾ നമ്മൾ വല കീറിപ്പോൾ, അതുകൊണ്ട് നമ്മൾ ശക്തമായ കട്ടിയുള്ള വലയാണ് ഇതിലേക്ക് കെട്ടുന്നത്. അപ്പം ഇതിപ്പോൾ ഈ കെട്ടുന്ന വല ഒരു 5 മീറ്റർ നീളമുണ്ട്. 5 മീറ്റർ നീളത്തിലൊരു 1 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്ററോളം നമ്മൾ തൂമ്പിലേക്കാണ് ബന്ധിക്കുന്നത്. ബാക്കിയാണ് നമ്മൾ പുറത്തേക്ക് ഇടുന്നത്. അപ്പോൾ ഇതിലേക്കാണ് ഈ മീൻ വന്ന് വീണാൽ തന്നെ നമ്മൾ ഇത്രയും പവർ വെള്ളം വരുന്നതുകൊണ്ട് തന്നെ മീൻ പെട്ടെന്ന് ചത്തുപോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇത്രയും നീളത്തിലേക്ക് വല ഇടുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വലയ്ക്ക് ഒരു വലിക്കെട്ടെന്ന് പറയും. നമ്മൾ സെൻട്രലായിട്ട് നമ്മൾ വേറൊരു ചെറിയൊരു കയറ് ചേർത്താണ് വലിക്കെട്ട് കെട്ടുന്നത്. കാര്യം നമുക്കിനി ഇതിൽ നിന്ന്, ഈ തൂമ്പിൽ നിന്ന് ഈ വലയിലേക്ക് വല വലിച്ച് മീനെടുക്കാൻ സാധ്യമല്ല. കാര്യം പറഞ്ഞില്ല, വെള്ളത്തിൻ്റെ അത്രയും പ്രഷർ വെള്ളം വരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് മീനെടുക്കാൻ സാധ്യമല്ല. അപ്പോൾ നമുക്ക് കരയ്ക്ക് നിന്നുകൊണ്ട് തന്നെ ഈ വല വലിക്കണം. വല വലിച്ചിട്ട് വലയുടെ സെൻറ്റർ ഭാഗം കരയ്ക്ക് എത്തിച്ചിട്ട് വേണം നമുക്ക് ഇത് കിടക്കുന്ന മീനെടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരാൾക്കാണെങ്കിലും തനിച്ച് ഈ ഇത് വലയിൽ നിന്ന് മീനെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വലിക്കെട്ടാണ് ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. വലിക്കെട്ട് കെട്ടുന്നതിൻ്റെ വീഡിയോയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കണ്ടില്ല വലിക്കെട്ട്. ഞാനാണ് വല ചവിട്ടി പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരാൾ പിടിക്കുന്നത് എൻ്റെ ചേട്ടനും അളിയനുമാണ്. ഞങ്ങൾ 3 പേരോടാണ് വല കെട്ടിയത്. ഇപ്പോൾ വലിക്കെട്ട് ഉപയോഗിച്ച് ചേട്ടൻ വല വലിക്കുന്ന, കരയിൽ നിന്ന് വല വലിക്കുന്ന വീഡിയോ ആണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വല വലിച്ചിട്ട് നമ്മുടെ വലയിലേക്കൊന്ന് വലയുടെ അറ്റം എല്ലാം ജോയിൻ്റ് ചെയ്ത് കെട്ടുകയാണ്. അപ്പോൾ ഇത് അതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങളെടുത്ത വീഡിയോ ആണ്. കുറച്ച് സമയത്ത് വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇതുണ്ട് കരയിൽ നിന്ന് വല വലിച്ചടിപ്പിക്കുന്ന വീഡിയോ ആണ് നമ്മളിതിലേക്ക് ഇതുണ്ടല്ലോ. ഈ ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഉയർത്തിയാണ്. അപ്പോൾ തന്നെ ഇതിനകത്ത് ഇത്രയും പോളയും കാര്യങ്ങളൊക്കെ അടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യം നമ്മൾ ഒരു ദിവസം ചിലപ്പോൾ രാത്രി എടുത്ത് വളരെ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അത്രയും സമയം ഇതിനുള്ളിൽ സ്റ്റോറേജ് ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റി വലയ്ക്ക് വേണം. അപ്പോൾ അത്തരത്തിലുള്ള വലയാണ് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറാക്കുന്നത്. പിന്നെ ഇതിൽ നിന്ന് ഒരുപാട് കിട്ടിയ മീൻ കിട്ടുന്ന വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക.